നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതേ ഉള്ളൂ അല്ലേ, ഈ പശ്ചിമ ബംഗാളിലെ ചില സംഭവവികാസങ്ങൾ. അതെ, ഈ സംഭവവികാസങ്ങളും ജന്തർ മന്ദറിൽ നടന്ന CJPയുടെ ആ ഒരു വഴിവിട്ട സമരവുമായി എന്താണ് ബന്ധം? കൈവിട്ട. അതെ, ശരിക്കും ഈ സമരത്തിലേക്ക് ആരൊക്കെയാണ് ഈ സമരത്തിൻ്റെ സ്പോൺസർമാർ എന്നൊക്കെ ഇങ്ങനെ ആ സമയത്ത് നമ്മുടെ രാജ്യം മൊത്തം പരതിക്കൊണ്ടിരുന്നു. CJPക്കാർക്ക് പ്രശ്നമില്ല, സമരക്കാർക്ക് കൃത്യമായിട്ട് ആഹാരം എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്കും അതിലും എന്താണ് എവിടുന്ന് അന്വേഷിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വമൊന്നും അവർക്കില്ല. പക്ഷേ ഇതിന് പിന്നാലെ ദേശീയ അന്വേഷണ ഏജൻസികൾ കൃത്യമായി ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ അവർ ഒരു വലിയൊരു കണ്ടുപിടുത്തത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അല്ലേ, ഒരു വലിയ കണ്ടെത്തലിലേക്ക്. എന്താണ് ആ കണ്ടെത്തൽ ശരിക്കും? അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തായിരുന്നു, ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട, അതിൽ സജാദ് ഭട്ട് എന്ന് പറയുന്ന 2019 പുൽവാമ ആക്രമണത്തിൻ്റെ ആസൂത്രകനും അതിൻ്റെ പ്രയോക്താവും ഒക്കെയായ സജാദ് ഭട്ടിനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരു മോഡ്യൂൾ, ഒരു സ്ലീപ്പർ സെൽ എന്ന് വേണമെങ്കിൽ പറയാം. ഹമീം മൊണ്ടാൽ എന്നാണ് അയാളുടെ പേര്. അയാളെ ബംഗാളിലെ ബർദ്വാൻ ജില്ലയിൽ അവിടെ ഒരു എന്താ പറയുക, ഒരു ടൗൺഷിപ്പിൽ ഒളിച്ച് താമസിക്കുകയായിരുന്നു. അയാളെ പിടികൂടി. നമ്മൾ ആ വാർത്ത ചർച്ച ചെയ്തതാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ ഹമീം മൊണ്ടാലിനെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങളിൽ നിന്നാണ് അവർ മറ്റൊരു ആളിനെ, അതായത് ജാർഖണ്ഡിലെ ഷഹീബ്ഗഞ്ച് സ്വദേശിയായ അർപ്പിത സർക്കാർ, 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്, ഒരു യുവതിയാണ്, ചെറുപ്പക്കാരിയാണ്. ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഈ പെൺകുട്ടി ഈ ബൈക്ക് റൈഡ്, ട്രാവൽ റീല് ഇതൊക്കെ ഇടുന്ന ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ബംഗാൾ SITയുടെ കീഴിൽ വരുന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് STF ആണ് ഈ ഹമീം മൊണ്ടാലിനെ അറസ്റ്റ് ചെയ്തത്. ഹമീം മൊണ്ടാലിൽ നിന്ന് പിടികൂടിയ രേഖകളൊക്കെ നമ്മളന്ന് ചർച്ച ചെയ്തതാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ ലിസ്റ്റ്, ഇതൊക്കെ എന്തിനാ? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മാധ്യമപ്രവർത്തകരാണ്, പക്ഷേ നമ്മളെന്തിനാ VD സതീശൻ കേരള മുഖ്യമന്ത്രിയുടെ ഈ പ്രോഗ്രാം ലിസ്റ്റ് നമ്മളെടുത്ത് വയ്ക്കുന്നത് എന്തിനാ? നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല, ജില്ലയിൽ നമുക്ക് എല്ലാ ദിവസവും വളരെ കൃത്യമായിട്ട് ഇൻഫർമേഷൻ വരും. PRDയുടെ ഇൻഫർമേഷനുണ്ട്, പ്രസ് ക്ലബിൻ്റെ ഇൻഫർമേഷനുണ്ട് അല്ലേ, KUWJ എന്നുള്ള ഇൻഫർമേഷനുണ്ട്. ഈ ഇന്ന പ്രോഗ്രാം ഇന്നിടത്ത് നടക്കുന്നു എന്ന് നമുക്കൊരു ഇതുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ ഈ ലിസ്റ്റ് എടുത്ത് വെക്കുന്നത്? ഒരാവശ്യമില്ല വാസ്തവത്തിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് പോലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ഇവർ? ഇപ്പോൾ ഓരോ മാധ്യമ സ്ഥാപനങ്ങളിലെയും ബ്യൂറോ ചീഫിന് ഇത് ആവശ്യമുണ്ട്. കാരണം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ആണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് കവർ ചെയ്യാൻ അവിടെ ആളെ വിടണം. ദൃശ്യമാധ്യമമാണെങ്കിൽ റിപ്പോർട്ടറെ വിടണം, ക്യാമറാമാനെ വിടണം, വണ്ടി അറേഞ്ച് ചെയ്യണം. അപ്പോൾ ബ്യൂറോ ചീഫ് അതിനനുസരിച്ച് കോർഡിനേറ്റ് ചെയ്യും, എന്നിട്ട് അതിലേക്ക് ആളെ വിടും. നമ്മുടെ പത്രമാധ്യമമാണെങ്കിൽ അതിലേക്ക് ഒരു റിപ്പോർട്ടറെ വിടും, ഒരു ഫോട്ടോഗ്രാഫറെയും വിടും, ഇല്ലേ? അങ്ങനെയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ അത് ആ ബ്യൂറോ ചീഫിന് ഇന്നലെയോ മെനങ്ങാന്നോ ആ വിവരം കിട്ടിയാൽ മതി. അതിന് വളരെ മുമ്പേ ആ വിവരം എടുത്തു വെക്കേണ്ട കാര്യമില്ല. എല്ലാ പത്രങ്ങളിലും ഇന്നത്തെ പരിപാടി വരും. ആ ഇന്നത്തെ പരിപാടി അനുസരിച്ച് രാവിലെ നോക്കിയാൽ നമുക്കറിയാം ഇന്ന് എവിടെയൊക്കെ എന്തൊക്കെ പരിപാടികളുണ്ടെന്ന്. ഒരു 2-3 പത്രങ്ങൾ നോക്കുമ്പോൾ നമുക്ക് വിട്ടുപോകാതെ എല്ലാ വിവരങ്ങളും കിട്ടും. അപ്പോൾ പക്ഷേ ഈ ഒരു സാധാരണക്കാരനായ ഇയാൾ എന്തിനാണ് ഈ മുഖ്യമന്ത്രിയുടെ വരാൻ പോകുന്ന കുറേ ദിവസങ്ങളിലെ പരിപാടിയുടെ പ്രോഗ്രാം ലിസ്റ്റ് എടുത്തു വച്ചിരിക്കുന്നത്? സംശയാസ്പദമല്ലേ? ഇനി അയാളെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ അർപ്പിത സർക്കാരിൻ്റെ വിവരം കിട്ടുന്നതും അവരെ പൊക്കുന്നതും. അത് ജാർഖണ്ഡിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അവർ ഷാഹിബ്ഗഞ്ച് സ്വദേശിയാണെങ്കിലും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവരെ റാഞ്ചി നിന്നെങ്ങണ്ടോ ആണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നും ഞാൻ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇതിലേക്കാണ് എത്താൻ പറ്റുന്നത്. അപ്പോൾ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ
ഈ പാകിസ്ഥാൻ ലിങ്ക്ഡ് ടെറർ മോഡ്യൂളിൻ്റെ ഡീറ്റെയിൽസാണ് വരുന്നത്. ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടന പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു പ്രധാന കമാൻഡറാണ് ഈ സാജിദ് ഭട്ട്. ഈ ഭട്ട് നിസാരക്കാരനല്ല. 2019 പുൽവാമ അറ്റാക്കിൻ്റെ സൂത്രധാരനാണ്, അത് നടപ്പാക്കിയ ആളാണ്. അങ്ങനെയുള്ള സജാദ് ഭട്ടുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഈ ഹമീം മൊണ്ടാലും ഈ അർപ്പിത സർക്കാരും. ഈ അർപ്പിത സർക്കാരിനെ കുറിച്ച് കേൾക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബംഗാളിലെ പ്രമുഖ മന്ത്രിമാർ, അവിടുത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ മക്കൾ, ഇവരെയൊക്കെ ഹണി ട്രാപ്പിൽ കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട ആളാണ് ഈ അർപ്പിത സർക്കാർ എന്നാണ് ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് STFന് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിർത്തി കടന്നല്ല വെല്ലുവിളി, നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിന്നുമാണ് വെല്ലുവിളി. നോക്കൂ, സുവേന്ദു അധികാരി എന്ന് പറയുന്ന ആൾ, BJPയുടെ നേതാവ്, 207 സീറ്റുകളിൽ വിജയിച്ചാണ് ബംഗാളിൽ അധികാരത്തിൽ വന്നത്. വലിയ വിജയമാണ് എന്നു മാത്രമല്ല, അവിടെ ഈ പ്രതിപക്ഷം തകർന്ന് തരിപ്പണമായിപ്പോയി, തൃണമൂൽ കോൺഗ്രസ് ചിഹ്ന ഭിന്നമായിപ്പോയി. അങ്ങനെ അതിനെന്താണ് കാരണം? അവിടുത്തെ ജനങ്ങളുടെ ജനഹിതമാണത്. അവിടുത്തെ ജനങ്ങളാണ് അങ്ങനെ വിധി എഴുതിയത്. അവർ തോക്കും ബോംബും ഒന്നും എടുത്ത് യാതൊരു വിപ്ലവവും നടത്തിയില്ല. പകരം ബാലറ്റിലൂടെ ആ വിപ്ലവം, EVMിലൂടെ ആ വിപ്ലവം നടപ്പാക്കി, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ ആ വിപ്ലവം നടപ്പാക്കി. അതിൻ്റെ ഫലമായിട്ടാണ് ബംഗാൾ ചുവക്കുകയും പിന്നെ കറുക്കുകയും ഒക്കെ ചെയ്തതാണ് നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെയും തൃണമൂലിൻ്റെയൊക്കെ ഭരണത്തിൽ. ആ ബംഗാളാണ് ഇപ്പോൾ കാവി അണിഞ്ഞിരിക്കുന്നത്. ആ ബംഗാളിലെ മുഖ്യമന്ത്രിയെ കൊല്ലാനും അവിടെ മന്ത്രിമാരുടെ മക്കളെ ഹണി ട്രാപ്പിൽ പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു വലിയ സംഘടിത ശ്രമം. ഇത് ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ വാർത്ത പുറത്തു വന്നിട്ട് 2-3 ദിവസങ്ങളായി. ഈ ഹമീം മൊണ്ടാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് 3 ദിവസങ്ങളായി. നമ്മുടെ കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്, ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം, ഇവർ ജന്തർ മന്ദറിലെ സമരത്തിൽ കടന്നുകൂടി അവിടെ, അതായത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ആൾക്കാർ ഡൽഹിക്ക് സമീപം എത്തുകയും അവർ CJPയുടെ സമരത്തിൽ നുഴഞ്ഞു കയറുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ദൈവഗത്തിയാൽ നമ്മുടെ ഡൽഹി പോലീസിൻ്റെയും ഇൻ്റലിജൻസ് ഏജൻസികളുടെയും ഒക്കെ അശ്രാന്ത പരിശ്രമം കൊണ്ട് അവർക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല. എന്നിട്ടും 240 പോലീസുകാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ അനുസരിച്ച് വാഹനങ്ങൾ നമ്മൾ ആദ്യം 10-12 എന്നൊക്കെയാണ് കണക്ക് പറഞ്ഞത്. അതൊന്നും അല്ല, വാഹനങ്ങളുടെയൊക്കെ എണ്ണം വളരെ കൂടുതലാണ് തകർക്കപ്പെട്ടത്. അതുപോലെ 240 പോലീസുകാർക്ക് മാരകമായി പരിക്കേൽപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ആ സമരം. അപ്പോൾ ഇനിയും പറയൂ, ഈ സമരം ഒരു സാധാരണ സമരമാണോ? കലാപം മാത്രമല്ല, അത് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ, ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കാനൊക്കെ ആസൂത്രണം ചെയ്ത ഒരു സമരമാണത്. അങ്ങനെ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ മോഡ്യൂൾ ഇതിനകത്ത് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇതിപ്പോൾ അതുകൊണ്ടാണ് ഈ CJPയുടെ സമരത്തിനെതിരെ കേസെടുക്കരുത് എന്ന് ഇവർ ആവശ്യപ്പെടുന്നത് തന്നെ ദുരൂഹമാണ്, സംശയാസ്പദമാണ്. ഇത് തീർച്ചയായിട്ടും മോദി സർക്കാർ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഇവർക്കെതിരെ കേസെടുക്കണം, ഇവരെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. ഇനി സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഒരു സ്വതന്ത്ര അന്വേഷണ കമ്മീഷനെ സുപ്രീം കോടതി നിയോഗിച്ചോട്ടെ, പക്ഷേ കേന്ദ്ര ഏജൻസികളുണ്ട്. നോക്കൂ, ഒരു മലയാളി നിലമ്പൂരുകാരൻ ഗൾഫിൽ ജോലി ചെയ്യുന്നു, സൗദിയിലോ മറ്റോ ആണ് ജോലി ചെയ്യുന്നത്. അയാൾ അവിടുന്ന് തൻ്റെ തൊഴിലാളികളെ മുഴുവൻ ഏതാണ്ട് 23 പേരെ ഈ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് ചെലവും കൊടുത്ത് അയച്ചിരിക്കുന്നു. അന്വേഷിക്കുമ്പോൾ ഇയാൾ വലിയ കടക്കാരനാണ്, വലിയ കടത്തിൽ നിൽക്കുകയാണ്, വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ആളാണ് ഷാജി നിലമ്പൂർ. ഈ ഷാജി പിന്നെ തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 23 തൊഴിലാളികളെ ഈ സമരത്തിന് പറഞ്ഞയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള പണം ഷാജിക്ക് എവിടുന്ന് കിട്ടി? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ കൊടുത്തിട്ടാണ് അവരെ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ? ഇതൊക്കെ വെറുതെ കളയേണ്ടതാണോ?
അപ്പോൾ ഈ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഈ ഹമീം മുണ്ടാലിനെയും അർപ്പിത സർക്കാരിനെയും വെവ്വേറെയും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്തപ്പോൾ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ബംഗാൾ പോലീസിൻ്റെ STFന് കിട്ടിയ വിവരം ഞെട്ടിക്കുന്നതാണ്. ഇവർ ഈ സമരത്തിലും നുഴഞ്ഞു കയറിയിരിക്കുന്നു. ഈ സമരത്തിനുള്ളിൽ നിന്ന് അക്രമാസക്തമാക്കി രാജ്യത്തെ ഭരണ സംവിധാനത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള വലിയ പരിശ്രമം അവർ നടത്തിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരമെന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്നും മറ്റും മനസ്സിലാകുന്നത്. ഇത് നിസാര കാര്യമല്ല. ഇത് വളരെ ആഴത്തിൽ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയമാണ്. ഒരു കാരണവശാലും ഇവർക്ക് ഈ പറഞ്ഞതുപോലെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന ഇത് CJP ആയാലും ഏത് JP ആയാലും ശരി, അവരെ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കരുത് ഇന്ത്യ ഗവൺമെൻറ്. വളരെ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ അന്വേഷണം നടക്കണം, കുറ്റവാളികൾ പിടിക്കപ്പെടണം. ഇവരൊക്കെ ഇപ്പോൾ ഒളിച്ച് രാജ്യത്തിൻ്റെ ഒന്ന് നോക്കൂ, നമ്മൾ ഈ കടലിൽ കായം കലക്കുന്നത് പോലെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഒരാൾ ഒളിക്കുക എന്ന് പറഞ്ഞാൽ. വലിയ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. 145 കോടി മനുഷ്യർ പൗരന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ഈ നമ്മുടെ ഈ ഭൂവിഭാഗം, ഇന്ത്യ അഥവാ ഭാരതം എന്ന് പറയുന്ന ഭൂമി. അവിടെ ഈ 145 കോടി മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഈ കുഴപ്പക്കാരായ ആൾക്കാരെ എങ്ങനെ കണ്ടെത്തും പോലീസ്? വലിയ പരിശ്രമം അതിന് വേണ്ടി വരും. അതുകൊണ്ട് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ മെല്ലെപ്പോക്ക് നടത്തരുത്, വിട്ടുവീഴ്ച ചെയ്യരുത്. മുഴുവൻ പ്രതികളെയും നിയമത്തിൻ്റെ മുന്നിലെത്തിക്കണം. ഒരു ദയയും ഇവരോട് വിചാരിക്കരുത്. നമ്മുടെ രാജ്യത്ത് വലിയ അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി കടന്നുകൂടിയവരാണ്. അതാണ് നമുക്ക് ഈ അവസരത്തിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അർപ്പിത സർക്കാരിൻ്റെ അറസ്റ്റ് മറ്റ് തുടർ അറസ്റ്റുകളിലേക്ക് പോകുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഡൽഹിയിലേക്കും പ്രത്യേക സംഘം, ബംഗാളിൽ നിന്ന് STFൻ്റെ ഒരു SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഡൽഹിയിലേക്കും വരുന്നുണ്ടെന്നാണ്. CJPയുടെ ഈ പ്രക്ഷോഭത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത തുടക്കത്തിൽ FIR ഇട്ട പല കേസുകളും അല്ലെങ്കിൽ FIR ഇടാതെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞനുസരിച്ച് മാറ്റിവെച്ചിരിക്കുന്ന മറ്റ് കേസുകളുമൊക്കെ പരിശോധിക്കുന്നുണ്ട്. 2500ഓളം പേര് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കൊടും കുറ്റവാളികൾ ഫിംഗർ പ്രിൻ്റ് അനലൈസ് ചെയ്തതിൽ കൊടും കുറ്റവാളികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം അവരിൽ ആരൊക്കെയാണ് ഈ സ്ലീപ്പർ സെല്ലുള്ളത് എന്ന് കൂടി ഈ പശ്ചിമ ബംഗാളിൻ്റെ പ്രത്യേക STF അല്ലേ, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ്, അവർ വന്ന് നോക്കുന്നുണ്ട്, അവർ അതിനുവേണ്ടി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ എത്തട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും കൂറകളുടെ സമരം വിചാരിച്ചതുപോലൊരു കൂറത്തരമല്ല. അതിൻ്റെ പുറകിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ട്, തീവ്രവാദികളുണ്ട് എന്ന ചില സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇവരതിനെക്കുറിച്ച് എത്ര ബോധവാന്മാരാണെന്ന് നമുക്കറിയില്ല. ഈ സമരം ചെയ്ത വിദ്യാർത്ഥിനികൾ ഈ CJP എന്ന് പറയുന്ന പാർട്ടിയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇതിനെക്കുറിച്ച് എത്രത്തോളം ജാഗ്രത അവർ പുലർത്തിയെന്നോ അവർ ഇതിനെക്കുറിച്ച് എത്രത്തോളം അറിവുണ്ടെന്നോ നമുക്കറിയില്ല. പക്ഷേ ഇത് വലിയ ഒരു അട്ടിമറി ശ്രമമാണ് നമ്മുടെ രാജ്യത്ത് നടന്നത്. അതിനെ എന്ത് വില കൊടുത്തും നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്.